Hello, welcome to market discussion of the day. Today, 16th of April 2025, വെനസ്ഡേ ആണ്. സോ നമ്മൾ ഈ ആഴ്ച തുടക്കം മുതലേ പറയുന്ന കാര്യമാണ്, നമ്മൾ ഈ വെനസ്ഡേ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ വരാനുണ്ട് എന്നുള്ള കാര്യങ്ങളല്ലേ. സോ എന്നിരുന്നാലും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ക്രാഷ് കോഴ്സ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ അടുത്ത ചൊവ്വാഴ്ച അടുത്തൊരു പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോറക്സ് ട്രേഡിംഗ് സീരിയസ് ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. രാത്രി ഇന്ത്യൻ ടൈമിൽ 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് നമ്മളുടെ മലയാളം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബാച്ചിൽ കയറണം അല്ലെ പഠിക്കണം എന്ന് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ 7:30ക്കും 10:30ക്കും കയറാൻ പറ്റും എന്ന്, അടുത്ത ആഴ്ചയും കയറാൻ പറ്റും എന്ന് 100% ഉറപ്പുള്ള ആൾക്കാർക്ക് മാത്രം എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യാം. സോ എനിക്ക് ഉള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എനിക്ക് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. വെറുതെ ഒരു ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ ഇതെന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് ദയവ് ചെയ്ത് മെസ്സേജ് അയക്കാതിരിക്കുക. കാരണം ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, മെസ്സേജ് അയക്കുന്ന സമയത്ത് എൻ്റെ നമ്പരും സേവ് ചെയ്യണം, എന്നാൽ മാത്രമേ ഞാൻ അയക്കുന്ന മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതേപോലെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകളും തരാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. സോ ബേസിക്കലി കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് ഇന്ന് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഒരുപാട് ന്യൂസുകളുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ ഇന്ന് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ 10 മണിക്ക് നമുക്ക് CPI ഉണ്ട്, യൂറോ സോണിൽ നിന്നുള്ള CPI ഉണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ആ ഒരു സമയത്ത് ഒരു 10 മണി തൊട്ട്, ഇന്ത്യൻ ടൈമിൽ 2:30 കേട്ടോ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു 3 മണിക്കൂർ, അതായത് ഉച്ചയ്ക്ക് 1 മണി വരെ ആക്ച്വലി വൈകുന്നേരം 5:30 മണി വരെ ആക്ച്വലി ഭയങ്കരമായ ഒരു ഫ്ലക്ച്വേഷൻസ് യൂറോ സോണിൽ നിന്ന് യൂറോ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ആ ഒരു സമയത്ത് ഒന്ന് വാച്ച് ചെയ്ത് പോകുക എന്നുള്ളതാണ്. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനുള്ള സാധ്യതകളുണ്ട് ഇനി 1.5 മണിക്കൂറും കൂടെ. ഓക്കെ, സോ അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 മണിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. കാരണം ഈ വേട്ടത്തെ റീറ്റെയിൽ സെയിൽസിൽ വൺ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, റീറ്റെയിൽ സെയിൽസ് എന്താണെന്ന് വെച്ചാൽ, റീറ്റെയിൽ സെയിൽസ് റിഫ്ലെക്ട്സ് എ ചേഞ്ച് ഇൻ US റീറ്റെയിൽ സെയിൽസ് ഇൻ ദ reported month compared to the previous one. The indicator is calculated based on statistics received from 5,000 retail stores of different types and sizes. So ആൾക്കാർ സാധനങ്ങൾ മേടിച്ചതിൻ്റെ റിപ്പോർട്ടാണ് ആക്ച്വലി റീറ്റെയിൽ സെയിൽസ് എന്ന് പറയുന്നത് അല്ലേ. സോ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ മാസമൊക്കെ താരിഫുകൾ കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ താരിഫ് കൂടുമ്പോൾ നോർമലി യുഎസിലുള്ള പ്രോഡക്റ്റുകളുടെ വിലക്കയറ്റം ഉണ്ടാവും. അങ്ങനെ വിലക്കയറ്റം പ്രതീക്ഷിച്ച് കാശുള്ള ആൾക്കാർ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. ഓക്കെ, സോ അതുകൊണ്ടിട്ട് എന്തായി തീരും എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. അതേപോലെ തന്നെ ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനൊന്നും നമ്മൾ പറഞ്ഞു പോവാത്തതാണ്, പക്ഷെ ഇന്ന് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം താരിഫ് US-ഉം കാനഡയായിട്ടുള്ള താരിഫൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതൊക്കെ. അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, അത് അത്രയും ഇമ്പോർട്ടൻസ് ഇന്ന് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് ഇന്നത്തെ ദിവസം. അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഫെഡ് ചെയറിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്, നിങ്ങൾ റിസൈൻ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, US പ്രസിഡന്റും ഫെഡ് ചെയർ പവലുമായിട്ടൊരു നല്ലൊരു ബന്ധമല്ല ഉള്ളത്. ഓക്കെ, സോ അങ്ങനെ ഫെഡ് ചെയർ പവലിനെ പുറത്താക്കണം എന്നുള്ളത് ഈവൻ അവിടുത്തെ ഒരു മെയിൻ അജണ്ടയാണ്. ഓക്കെ, അങ്ങനെ പുള്ളിക്കാരൻ എങ്ങാനും ഞാൻ റിസൈൻ ചെയ്യുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ബോണ്ടുകൾ, US ഡോളറിൻ്റെ വാല്യൂ താഴോട്ട് പോകും. US ബോണ്ടുകൾ, ഏറ്റവും സേഫ് ഹെവൻ എന്ന് പറയുന്ന US ബോണ്ടുകൾ വരെ താഴോട്ട് പോകാനുള്ള വൻ പോസിബിലിറ്റിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. ഓക്കെ, സോ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് വേണം ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. സോ അങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ആർക്കും അറിയില്ല. അതിലും ബെറ്റർ ആയിട്ടുള്ള കാര്യം, ചിലപ്പം പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ ചിലപ്പം നമ്മളെടുക്കുന്നൊരു ബയ്യോ സെല്ലോ ചിലപ്പം വന്നായിട്ടുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാം.
പക്ഷെ അത് അതേപോലെ തന്നെ 2-3 ദിവസം ഇതേപോലത്തുള്ള ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് വെച്ചിട്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, കമൻറ്റുകളൊന്നുമില്ല. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നിടത്തോളം നല്ലൊരു കാര്യം വേറെ എവിടെയും പറയാനായിട്ടുമില്ല. ഓക്കെ, സോ ഗോൾഡ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് 3294 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ആണ്. 3300 ഈസി ആയിട്ട് എത്താനുള്ള എല്ലാ പോസിബിലിറ്റിയും നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഗോൾഡിലോട്ട് ഫസ്റ്റിലോട്ട് വന്നതുകൊണ്ട്, ഗോൾഡ് ഓൾ ടൈം ഹൈ ആയതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എനിക്കൊന്നും പറയാനില്ല, തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലൊരു തീരുമാനം. ഓക്കെ, നമുക്ക് അവസരങ്ങൾ കിട്ടും. ഓക്കെ, ഇത് ഈ അവസരങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതല്ലല്ലോ. നമ്മൾ ചിലപ്പം ഇങ്ങനത്തുള്ള ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം, അല്ലേ? സോ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ അടുത്ത് ചോദിച്ചാൽ, ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങാനും മാർക്കറ്റ് താഴെ വീണ് കിട്ടിയാൽ 2250 റേഞ്ചിലൊക്കെ വീണ് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് ഗോൾഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്. അല്ല എങ്കിൽ നല്ലൊരു ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച മുതലേ പറയുന്നുണ്ട്, 2180 അവിടുന്ന് മൾട്ടിപ്പിൾ $ബില്യൺ കച്ചവടം, അല്ലെങ്കിൽ ബയേഴ്സ് ഭയങ്കരമായിട്ടുള്ള പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് 3180 എന്ന് പറയുന്ന റേഞ്ചിൽ എങ്ങാനും കിട്ടിയാൽ അവിടുന്നും ധൈര്യമായിട്ട് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് എനിക്ക് നമ്മുടെ ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. 3180 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, കാരണം അവിടുന്ന് ഹെവി ബൈയിങ് നടക്കാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലും ഉള്ളത്. ഓക്കെ, സോ അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ക്രിപ്റ്റോയിൽ വരാൻ പോകുന്ന കറക്ഷൻ, ക്രിപ്റ്റോ ലീഗലൈസ്ഡ് ആക്കാൻ പോകുന്നു. അപ്പോൾ അതിനുശേഷം ക്രിപ്റ്റോയിൽ വരാനുള്ള കറക്ഷനൊക്കെ ഗോൾഡിൽ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗോൾഡിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൾക്കാർ ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ എന്താ പറയുക, പവലിൻ്റെ ഇന്നത്തെ സ്പീച്ച് ഗോൾഡിനകത്ത് ഉറപ്പായിട്ടും ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. റീറ്റെയിൽ സെയിൽസ് ഇന്ന് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള ഒരേ ഒരു പോസിബിലിറ്റി 3250 അല്ലെങ്കിൽ 3180 എന്ന് പറയുന്ന റേഞ്ചസിൽ നമുക്ക് മാർക്കറ്റ് കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. പല ആൾക്കാരും ഞാൻ പറഞ്ഞു